അഹമ്മദാബാദിൽ നടന്ന 40ാമത് നാഷണൽ ITF ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത് ഇൻഡിവിജ്വൽ സ്പാറിംഗിലും ഇൻഡിവിജ്വൽ പാറ്റേണിലും വെള്ളി മെഡൽ നേടി ആർ കൃഷ്ണ. പയ്യന്നൂർ മഹാദേവഗ്രാമം സ്വദേശിയാണ് കൃഷ്ണ. നാഷണൽ തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ പയ്യന്നൂർ സ്വദേശി കൃഷ്ണക്കൊപ്പാണ് ഇന്ന് നമ്മളുള്ളത്. എത്ര വർഷമായി ഈ തൈക്കോണ്ടോ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? ഒരു 13 കൊല്ലമായിട്ടുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ KV പയ്യന്നൂരാണ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നത്? 12th. ആരാ ട്രെയിനർ? ആരാ? അമ്മയുണ്ട്, പിന്നെ MTL മാസ്റ്റർ വേണുഗോപാലൻ. അമ്മ തന്നെയായിരുന്നു ആദ്യത്തെ ട്രെയിനർ? അല്ല, അമ്മ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് വേണുമാഷായിരുന്നു പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടായത്. ഏതിലൊക്കെയാണ് മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്? ഇൽദോ ചാമ്പ്യൻഷിപ്പിന് പോയിട്ടുണ്ടായിരുന്നു, അതിലും മെഡലുണ്ട്. ഓക്കെ, ഈ ഒരു നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ ഒരു അനുഭവം വിശദീകരിക്കും. പങ്കെടുക്കുമ്പം അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം കാറ്റഗറി മാറി. ഇപ്പം 18 എബോ കാറ്റഗറിയിൽ ആദ്യമായിട്ട് മത്സരിച്ചു. അപ്പോൾ കുറച്ച് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിന്, കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ ചാമ്പ്യൻഷിപ്പ് അറ്റൻഡ് ചെയ്ത് ഇതും ഗുജറാത്ത് പോയി, ഗുജറാത്ത് കണ്ടു, അങ്ങനെയല്ലോ. ഈ ഒരു ഫീൽഡിലേക്ക് എപ്പോൾ മുതലാണ് വന്നത്? ഞാൻ UKG പഠിക്കുമ്പം തുടങ്ങിയതാണ്. കൃഷ്ണ ഇപ്പോൾ പറഞ്ഞു അമ്മ തന്നെയാണ് ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ കൊണ്ടുപോയത് എന്ന്. അമ്മക്ക് എന്ത് തോന്നി ഈ ഒരു മൊമെൻറ്റിൽ? ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ചെറുതായ സമയത്താണ് ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി. ഞാനൊരു 6ാം ക്ലാസ്സിലുണ്ടായ സമയത്താണ് പഠിച്ചത്. ആ സമയത്ത് ഒരു പക്ഷേ നമ്മളെ ഈ കൂട്ടത്തിൽ പെൺകുട്ടികൾ പൊതുവേ ആയോധനകല പഠിക്കാൻ വേണ്ടി പോകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നില്ല. എൻ്റെ അനിയന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാനും ട്വിൻ സിസ്റ്റർ ഉണ്ട്, അപ്പോൾ ഞങ്ങളാണ് ഇതിൽ കംപ്ലീറ്റ് ചെയ്തത്. ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് ഞങ്ങളായിരുന്നു. പക്ഷേ നമുക്ക് അന്നപ്പോഴേ തോന്നി വെച്ചാൽ, ആ ഒരു സമയത്ത് എല്ലാവരും ഡാൻസും അങ്ങനെ ഒരു ഫോക്കസ് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പം പൊതുവേ സമൂഹത്തിലെ എതിർപ്പ് കൂടുതലായിരുന്നു നമ്മൾ തൈക്കോണ്ടോ ഇതുപോലത്തെ മാർഷൽ ആർട്സ് ചെയ്യുമെന്ന് പറയുമ്പോൾ. കുറച്ചുകൂടി അഭിമാനമായിട്ട് തോന്നി ആ സമയം മുതലേ എനിക്ക്. കാരണം ആ സമയത്ത് വളരെ അപൂർവമായിട്ടേ ഇങ്ങനെ കുട്ടികൾ പോലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ മക്കളും അതുപോലത്തെ ഒരു പാത തന്നെ തുടരണം എന്നുള്ളത് ആഗ്രഹം എനിക്കുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം തന്നെ എൻ്റെ വേണു മാഷടുത്തേക്ക് ഞാൻ കൊണ്ടുപോയി. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും കൃഷ്ണ ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്.